ഹായ് ഫ്രണ്ട്സ്, ബികോം സെക്കൻഡ് സെമ്മിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഇനി വരുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് ടൈമിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഒരു ചാപ്റ്ററാണ് നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന പോലെ നമ്മളൊരു ക്ലാസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതെന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നും അതേപോലെ അതിൽ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും. അപ്പം അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് നമുക്ക് എക്സാമിനൊക്കെ ചെയ്യാനുണ്ടാവുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആൻഡ് ബാലൻസ് ഷീറ്റും. അത് രണ്ടിൻ്റെയും പ്രിപ്പറേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമുക്കൊരു ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടായിരിക്കും. സാധാ ഒരു അക്കൗണ്ട് വരയ്ക്കും പോലെ തന്നെയാണ് ട്രയൽ ബാലൻസ്. ഈ സൈഡിലുള്ളതെല്ലാം ഡെബിറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ഡെബിറ്റ് എമൗണ്ടുള്ള ഐറ്റംസും ഈ സൈഡിലുള്ളതെല്ലാം ക്രെഡിറ്റ് എമൗണ്ടുള്ള ഐറ്റംസും ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. ഇപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസ് അക്കൗണ്ടിലുള്ള അതിൻ്റെ ബാലൻസ് ആയിരിക്കും ഈ 4 lakh എന്ന് പറയുന്ന എമൗണ്ട്. കുറേ അക്കൗണ്ടുകളുടെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഉള്ള കുറേ അക്കൗണ്ടുകളുടെ ഒരു റെക്കോർഡിംഗ് ആണ് ഇതിൽ വരുന്നത്, ട്രയൽ ബാലൻസിൽ വരുന്നത്. അപ്പം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓരോ ഐറ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. പർച്ചേസസ്, സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നത് ഏതാണ്? ലിമിറ്റഡ് ഓൺ 31st March 2018 31st മാർച്ചിലുള്ള ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ 2017 ഫസ്റ്റിനായിരിക്കും, April 1, 2017 എന്ന് പറയുമ്പം അത് ഓപ്പണിംഗ് ആയിരിക്കും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് സാലറീസ്, വേജസ്, റെൻറ്റ്, പിന്നെ ഫേർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, മെഷീനറി, സൺട്രി എക്സ്പെൻസ്, ഡിവിഡൻറ്റ് പെയ്ഡ്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പാറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്ക്. അതാണ് ഡെബിറ്റ് സൈഡിലുള്ളത്. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, റിസർവ് ഫണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 31st March 2017 അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ബാലൻസ് ആയിരിക്കും ഇത്. അതേപോലെ ഷെയർ ക്യാപിറ്റൽ 10,000 ഷെയർസിന് 10 ഈച്ച് വെച്ചിട്ട് ഷെയർ ക്യാപിറ്റൽ 10 lakh 1 lakh ഷെയർ ക്യാപിറ്റലും. പിന്നെ അതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് ഓൺ 31st March 2018, അതായത് ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഡിപ്രീസിയേറ്റ് ഫിക്സഡ് അസറ്റ്സ് അറ്റ് 10%. ഈ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഫിക്സഡ് അസറ്റ്സ് ഉണ്ടോ അതിനെല്ലാം 10% ഡിപ്രീസിയേഷൻ കാണണം. പിന്നെ മേക്ക് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് കൊടുക്കുന്നത് 30%. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻറ്റേഡ് 31st March 2018 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. ഈ ഒരു ഡേറ്റിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ചെയ്യുന്നത് നമുക്കറിയാം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫോമാറ്റ് തന്നെ ആദ്യം പഠിച്ചു വെക്കണം നമ്മൾ പറഞ്ഞു. ആ ഒരു ഫോമാറ്റിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫോമാറ്റ് നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഫോമാറ്റ് ഇതാണല്ലോ നമ്മുടെ ഫോമാറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണിത്. അത് നമ്മൾ പറഞ്ഞു നോട്ട് നമ്പർ എഴുതണമെങ്കിൽ എഴുതണം. പിന്നെ എമൗണ്ട് കോളം ആവശ്യമുണ്ടെങ്കിൽ 2 എണ്ണം ഇട്ടാൽ മതി, അല്ലെങ്കിൽ 1 ചെയ്താലും മതി. ഇതിൽ നമ്മൾ ഇത് നിർബന്ധമായിട്ടും ഇത് പഠിച്ചെങ്കിലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് ഐറ്റം ഈ ഒരു ഓർഡറിൽ തന്നെ വരണം. ഫസ്റ്റ് എന്താ വേണ്ടത്? റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. പിന്നെ വേറെ ഏതെങ്കിലും ഇൻകം നേടിയിട്ടുണ്ടെങ്കിൽ അത്.
അപ്പം ടോട്ടൽ ഇൻകം കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്പെൻസസ് ഏതൊക്കെയുണ്ട്, എക്സ്പെൻസുകളെല്ലാം എഴുതും. എക്സ്പെൻസ് സൈഡിലാണ് ഡിപ്രീസിയേഷനും എല്ലാം വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. അപ്പം ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും പ്രോഫിറ്റ് ആയിട്ട് എഴുതുന്നത്. പിന്നെ ടാക്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൊടുത്തിട്ട് എന്ത് ചെയ്യും, അത് ബാലൻസ് ചെയ്തിട്ട് പ്രോഫിറ്റോ ലോസോ എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐറ്റം നമ്മൾ എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഇത് പെർട്ടിക്കുലേഴ്സ്, ഇത് നമുക്ക് ഓരോന്നിനും പെർട്ടിക്കുലേഴ്സ്. ഇത് നോട്ട് നമ്പറാണ്, നോട്ട് നമ്പർ എമൗണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഫസ്റ്റ് ഐറ്റം നമ്മൾ എടുക്കേണ്ടത് റവന്യൂ. ആദ്യം മനസ്സിലാക്കി വെക്കുക, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതാണ് ഫസ്റ്റ് ഐറ്റം. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ് ആദ്യം തന്നെ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഇപ്പം നമ്മൾ പറഞ്ഞു റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും എന്താണ് നമ്മൾ പറഞ്ഞത്, സെയിൽസ് ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൽ കൂടി കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, സെയിലായിരിക്കും. ആ ഒരു സെയിൽസ് നമ്മൾ ക്വസ്റ്റ്യനിൽ എത്രയുണ്ട് നോക്കണം. സെയിൽസ് എത്രയാണ് ഇവിടെ നമുക്കറിയാം, എത്രയാണ് 4 lakh. എടുക്കുന്ന ഐറ്റം എന്ത് ചെയ്യുക, ടിക്ക് ചെയ്തിട്ട് പോവുക. അപ്പം 4 lakh, അതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ടത് എന്താണ്, സെയിൽസ് ആണ്. അപ്പം സെയിൽസ് 4 lakh, അതാണ് എമൗണ്ട് 4 lakh. 4 lakh നമ്മൾ എടുത്തു. സോറി, നോട്ട് നമ്പറിലാണ് എഴുതിയത് 4 lakh. എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി ചെയ്ത് ഇവിടെ നമ്മൾ നോട്ട് നമ്പർ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നമ്മൾ ജസ്റ്റ് സെപ്പറേറ്റ് എല്ലാത്തിനും നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ഇനി 2 or 3 ഐറ്റം എല്ലാം ഈ അതർ ഇൻകം എന്നൊക്കെ പറയുന്ന സമയത്ത് 2 or 3 അതർ ഇൻകംസ് വരികയാണെങ്കിൽ അത് നോട്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ട് ആ നോട്ട് നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, പിന്നെ വേറെ എന്തെങ്കിലും ഇൻകംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതർ ഇൻകംസ് അല്ലെങ്കിൽ അതർ റെസിപ്റ്റ്സ്, അതർ റെസിപ്റ്റ്സ്. അപ്പം ഈ സെയിൽസിൽ കൂടി അല്ലാതെ ബിസിനസ്സിൽ വേറെ എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതർ ഇൻകം. ഈ ഒരു രീതിയിൽ ഏതായിരിക്കും വേറെ ഇൻകം ഉണ്ടാവുന്നത്, നമുക്കറിയാം ട്രയൽ ബാലൻസ് തരുന്ന സമയത്ത് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക, എക്സ്പെൻസുകളാണെങ്കിൽ ഡെബിറ്റ് സൈഡിലും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതാദ്യം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ട്രയൽ ബാലൻസിലെ ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്നത്, എന്നാൽ എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിലുമായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇവിടെ വേറൊരു ഇൻകം എന്ന് പറയുന്നത് എന്താണ്, റിസർവ് ഫണ്ട് ഇൻകം അല്ല, സൺട്രി ക്രെഡിറ്റേഴ്സും ഇൻകം അല്ല, എന്നാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്താണ്, വേറൊരു ഇൻകം ആണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അല്ല, അതേപോലെ ഷെയർ ക്യാപിറ്റലും അല്ല. ഇതിലൊരു 2 ഇൻകംസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ളൂ. സെയിൽസ്, അതായത് ഇൻകം ഫ്രം ഓപ്പറേഷൻ ആണ്. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതാണ് അതർ ഇൻകം. ഡിസ്കൗണ്ട് റിസീവ്ഡ് എമൗണ്ട് 5,000. ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇനി അതർ ഈ 2 ഇൻകം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇൻകം ഫ്രം ഓപ്പറേഷൻസും അതർ ഇൻകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻകം കിട്ടി. ഇതാണ് നമ്മുടെ എന്ത്, ടോട്ടൽ ഇൻകം. അപ്പം ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് നമുക്കറിയാം എന്തൊക്കെ എക്സ്പെൻസുകളെല്ലാം ഏത് സൈഡിലായിരിക്കും തന്നിട്ടുണ്ടാവുക, ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. അപ്പം എന്തൊക്കെ എക്സ്പെൻസുകൾ ഉണ്ട് എന്നാണ് ആദ്യം നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞു എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമാറ്റിൽ നമ്മൾ നോക്കിയതാണ് എക്സ്പെൻസ് സൈഡിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെൻസ് വരുന്നതെന്ന്. ഇവിടെ എക്സ്പെൻസിൽ എന്താണ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്,
എത്രത്തോളം മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, അതാണ് പർച്ചേസ് എന്ന് പറയുന്നത്. എത്രത്തോളം മെറ്റീരിയൽ വാങ്ങിയിട്ട്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, എത്ര സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇൻവെൻട്രീസിൽ എന്ത് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, ഇതെല്ലാമാണ് എക്സ്പെൻസുകൾ. അപ്പം ആദ്യം ഞാൻ പറഞ്ഞു ഈ ഫോമാറ്റിൽ പഠിച്ചു വെക്കണം എന്തൊക്കെ എക്സ്പെൻസുകൾ വരണം എന്നുള്ളത്. പർച്ചേസും എക്സ്പെൻസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? പർച്ചേസ് എത്രയാണ് നോക്കണം. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് പർച്ചേസ്? 2,95,000 ആണ് എന്ത്? പർച്ചേസ് എമൗണ്ട് 2,95,000 പർച്ചേസ്. പിന്നെ അല്ലാതെ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ആണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ്. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി. ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് 75,000ഉം അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് 82,000ഉം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കി വെക്കുക. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗിൽ 82,000 ഉണ്ട് സ്റ്റോക്ക്. അതേപോലെ ഓപ്പണിംഗിൽ എത്രയാണ്? 75,000ഉം. അപ്പം എത്ര ഉണ്ടാവുക? 7,000 ആയിരിക്കും. അപ്പം ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എക്സ്പെൻസസ് എത്രയാണ്? 7,000 ആണ്. പിന്നെ ഈ 7,000 പിന്നെ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് നമ്മൾ എഴുതി. പിന്നെ വേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും നമ്മൾ. പിന്നെ വേറെ എന്തെങ്കിലും എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ്, വേറെ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട് നോക്കണം. അതിൽ സാലറീസ് എക്സ്പെൻസ് ആണ്, വേജസ് എക്സ്പെൻസ് ആണ്, റെൻറ്റ് എക്സ്പെൻസ് ആണ്. ഇതെല്ലാം എന്താണ്? എക്സ്പെൻസുകളാണ്. അപ്പം എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നതിലാണ് എന്ത് വരുന്നത്? സാലറീസും വേജസും വരുന്നത്. അത് അങ്ങനെ രണ്ടെണ്ണം വരികയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് നോട്ട് കൊടുക്കാം. നോട്ട് നമ്പർ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ് വേജസ് ആൻഡ് സാലറീസ് ആണ്. വേജസ് ആൻഡ് സാലറീസ്. വേജസ് എത്രയുണ്ട് നോക്കണം? 50,000ഉം സാലറീസ് 7,500ഉം. 7,500ഉം അതേപോലെ വേജസ് 50,000ഉം. 57,500 ആയിരിക്കും എന്ത്? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഉണ്ടാവുന്നത്. അപ്പം എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് നോട്ട് നമ്പർ നമുക്ക് വേണമെങ്കിൽ 1 എന്ന് കൊടുക്കാം. അപ്പം എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. 57,500. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, അതായത് എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷനും എക്സ്പെൻസ് ആണ്. പിന്നെ വേറെ ഏതെങ്കിലും അതർ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം. പിന്നെ ഡിപ്രീസിയേഷൻ നമുക്കറിയാം, ഫിക്സഡ് അസറ്റ്സുകൾക്കെല്ലാം എന്താണ്? ഡിപ്രീസിയേഷൻ ഉണ്ട്. രണ്ടാമത്തെ നോട്ടിൽ കൊടുക്കാം ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഡിപ്രീസിയേറ്റ് ഫിക്സഡ് അസറ്റ്സ് അറ്റ് 10%. എല്ലാ ഫിക്സഡ് അസറ്റുകൾക്കും 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസിലാണ് കൂട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ ഫിക്സഡ് അസറ്റ്സ് ഉണ്ട് നോക്കണം. ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ആണ്. പിന്നെ മെഷീനറി ഫിക്സഡ് അസറ്റ്സ് ആണ്. പിന്നെ പാറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്ക്, ഇതും ഫിക്സഡ് അസറ്റ്സ്, അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അപ്പം ഈ പാറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്ക്, ഇതേപോലെ മെഷീനറി, ഫർണിച്ചർ, ഇതിനെല്ലാം എന്താണ്? 10% വെച്ചിട്ട് ഡിപ്രീസിയേഷൻ. 10% എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു 0 എന്ത് ചെയ്താൽ മതി? കുറച്ചിട്ടുണ്ടെങ്കിൽ 10% കിട്ടും. ഫർണിച്ചറിൻ്റെത് 1,700 ആയിരിക്കും, മെഷീനറിൻ്റെത് 2,900 ആയിരിക്കും. പിന്നെ അതേപോലെ പാറ്റൻസിൻ്റെത് 483 ആയിരിക്കും. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. 3ൻ്റെ ഡിപ്രീസിയേഷനും
3 ഫിക്സഡ് അസറ്റ്സുകളാണുള്ളത്. അതിനെല്ലാം 10% വെച്ചിട്ട് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ ഡിപ്രീസിയേഷൻ 3ൻ്റേതും ഡിപ്രീസിയേഷൻ നമുക്ക് ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സ്പെൻസ് ആയിട്ട് കൊടുക്കാം. ഡിപ്രീസിയേഷൻ ടോട്ടൽ എമൗണ്ട് നോട്ട് നമ്പർ 2 എന്നിട്ട് കൊടുക്കാം. ഡിപ്രീസിയേഷൻ 5083. പിന്നെ വേറെ ഏതെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതർ എക്സ്പെൻസസ്, അതർ എക്സ്പെൻസിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? റെൻറ്റ് അതർ എക്സ്പെൻസ് ആണ്. പിന്നെ അതേപോലെ വേറെ എന്ത് എക്സ്പെൻസ് ഉള്ളത്? സൺട്രി എക്സ്പെൻസ്. ഇപ്പോൾ റെൻറ്റ്, സൺട്രി എക്സ്പെൻസ്, ഇത് രണ്ടും അതർ എക്സ്പെൻസ്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് വേറെ നമുക്ക് നോട്ട് നമ്പർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നോട്ട് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് അതർ എക്സ്പെൻസസ്, അതർ എക്സ്പെൻസസ്, റെൻറ്റ് ആൻഡ് സൺട്രി എക്സ്പെൻസസ്. റെൻറ്റ് എമൗണ്ട് കൊടുക്കാം, സൺട്രി എക്സ്പെൻസസിൻ്റെ എമൗണ്ട് കൊടുക്കാം. രണ്ടും കൂടി 12,000 ഉണ്ടായിരിക്കും. അപ്പം അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം? എമൗണ്ട് 12,000 അതും കൊടുക്കാം. അപ്പം സൺട്രി എക്സ്പെൻസ് അതർ എക്സ്പെൻസും ആയി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ഇപ്പോൾ നമ്മളെല്ലാം എടുത്തിട്ടുണ്ടോ നോക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ടത് എക്സ്പെൻസ് സൈഡിൽ സാലറി എടുത്തു, വേജ് എടുത്തു, റെൻറ്റ്, പിന്നെ ഇതിനെല്ലാം ഡിപ്രീസിയേഷൻ ഉള്ളത് കൊണ്ട് ഡിപ്രീസിയേഷൻ മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതി. ഈ എമൗണ്ടുകളെല്ലാം ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. അതായത് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട്. ഇപ്പം ഫർണിച്ചർ ആണെങ്കിൽ 17,000 ആണ് എമൗണ്ട് എങ്കിൽ 17,000-ൽ നിന്നും 1,700 മൈനസ് ചെയ്തിട്ടായിരിക്കും ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത്. ഈ 3 അസറ്റ്സ്. പിന്നെ സൺട്രി എക്സ്പെൻസ് ആക്കിയിട്ടെടുത്തു. പിന്നെ ഡിവിഡൻഡ് നമ്മൾ ഇവിടെ എടുക്കേണ്ടതല്ല. പിന്നെ ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ വരേണ്ടതാണ്. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ വരേണ്ട ഐറ്റമാണ്. ഇതും ബാലൻസ് ഷീറ്റിൽ വരേണ്ടതാണ്. ഡിപ്രീസിയേഷൻ മാത്രം എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്തു. അപ്പം ഇത് നമ്മൾ നോക്കിയാൽ അറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത സമയത്ത് ഇതെല്ലാം എന്താണ്? റവന്യൂ ആണ്, ഇൻകം ആണ്. സെയിൽസിൽ നിന്നും നേടിയ ഇൻകം, അതർ ഇൻകം, ടോട്ടൽ ഇൻകം കിട്ടി. ഇനി എക്സ്പെൻസുകളാണ്. ഓരോന്ന് പർച്ചേസ് ചെയ്യുന്നത് എക്സ്പെൻസ് ആണ്. സ്റ്റോക്കിലുള്ള ഡിഫറൻസ് എക്സ്പെൻസ് ആക്കിയിട്ടാണ് കൂട്ടുന്നത്. പിന്നെ അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളും. ഇനി നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ ചെയ്തിട്ട് അതർ എക്സ്പെൻസിൽ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ് കിട്ടുന്നത്? 362,583 ആയിരിക്കും ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. പിന്നെ നമ്മളിത് ഇനി എന്ത് ചെയ്യണം? ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് കുറയ്ക്കണം. അല്ലെങ്കിൽ ഈ ടോട്ടൽ ഇൻകവും ടോട്ടൽ എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് കിട്ടുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ടാക്സ് കൊടുക്കുന്നതിൻ്റെ മുന്നേയുള്ള പ്രോഫിറ്റാണ്. ടാക്സ് കൊടുത്തിട്ടില്ല, ടാക്സ് പ്രൊവിഷൻ നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ടാക്സ് കൊടുക്കുന്നതിൻ്റെ മുന്നേയുള്ള പ്രോഫിറ്റാണ്. ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ 417 ഇതായിരിക്കും പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി എന്ത് ചെയ്യണം? ടാക്സ് എക്സ്പെൻസ്. പിന്നെയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ടാക്സ് എക്സ്പെൻസ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് റേറ്റ് എന്താണ്? ഇൻകം ടാക്സ് റേറ്റ് 30%. നമ്മൾ ഇൻകവും എക്സ്പെൻസും നമ്മളുടെ ഡിഫറൻസ് നോക്കിയിട്ട് പ്രോഫിറ്റ് ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇതിൻ്റെ 30% ആണ് എന്ത്? ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. ഈ എമൗണ്ടിൻ്റെ 30% എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് കിട്ടുന്നത് ഇതായിരിക്കും 30%. അപ്പം ടോട്ടൽ ഈ ടാക്സ് എക്സ്പെൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇൻകത്തിൽ നിന്നും ടാക്സ് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതായിരിക്കും എന്ത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇതായിരിക്കും എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ലാസ്റ്റ് എമൗണ്ട് വരുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പം ടാക്സ് കഴിച്ചതിൻ്റെ ശേഷമുള്ള പ്രോഫിറ്റ്. ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം റവന്യൂ എല്ലാം എഴുതി, ടോട്ടൽ റവന്യൂ കിട്ടി, അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കിട്ടി. പിന്നെ നമ്മൾ എക്സ്പെൻസുകളെല്ലാം എഴുതിയിട്ട് എന്ത് ചെയ്തു? ടോട്ടൽ എക്സ്പെൻസും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയ സമയത്ത് പ്രോഫിറ്റ് കിട്ടി. ഇത് പ്രോഫിറ്റ് ടാക്സ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റാണ്.
പിന്നെ ഇൻകം ടാക്സ് 30% ആണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ 30% നമ്മൾ കാണിച്ചു, അതാണ് 12,725. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പ്രോഫിറ്റിൽ നിന്നും ഇൻകം ടാക്സ് കുറച്ചു, അതായത് ഇതിൻ്റെ 30% ആണ് ഈ എമൗണ്ട്, ഈ 30% മൈനസ് ചെയ്തപ്പം കിട്ടിയ എമൗണ്ടാണ് 29,692. ഇതാണ് എന്ത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട എമൗണ്ട്. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ പ്രോഫിറ്റ്. ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി നമ്മൾ എന്താണ് ഇതിന് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനും കൂടി വരുന്നുണ്ട്. ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം എന്താണ്, ആദ്യം അസറ്റ്സും പിന്നെ ലയബിലിറ്റീസും ആയിട്ടാണ് എടുക്കുന്നത്. ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് പിന്നെ അസറ്റ്സ്. അതിൻ്റെ ഒരു ഫോമാറ്റ് തന്നെയുണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റിൽ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ അസറ്റ്സുകളും ലയബിലിറ്റീസും ആക്കിയിട്ട് അത് ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസും വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അസറ്റ്സോ ലയബിലിറ്റീസോ നമ്മൾ ഫസ്റ്റ് ഫോമാറ്റിൽ കൊടുത്തിട്ടുള്ളത് അസറ്റ്സ് ആണ്. അപ്പം ആദ്യം നമുക്ക് അസറ്റ്സ് എടുക്കാം. അസറ്റ്സിൽ എന്തൊക്കെ അസറ്റ്സുകൾ ഉണ്ട് നോക്കണം. ഫിക്സഡ് അസറ്റ്സ്, അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഉണ്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ. അസറ്റ്സും ടാഞ്ചിബിൾ അസറ്റ്സും. അസറ്റ്സിൽ തന്നെ ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ്സും ഇൻടാഞ്ചിബിൾ അസറ്റും ഉൾപ്പെടുന്നുണ്ട്. അപ്പം ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് നമ്പർ സെപ്പറേറ്റ് കൊടുത്തിട്ട് അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ ഉള്ളത് കൊണ്ട് നോട്ട്സ് സെപ്പറേറ്റ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിൽ ഡിപ്രീസിയേഷന് കാണിച്ചുകൊണ്ട് ചെയ്യാം. അപ്പം ഡിപ്രീസിയേഷൻ എമൗണ്ട് ഉള്ളത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതേപോലെ സെപ്പറേറ്റ് നമുക്ക് നോട്ട് കൊടുക്കാം. നോട്ട് നമ്പർ 1 പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എമൗണ്ട് നമുക്കറിയാം, നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. എമൗണ്ട് ആയിരിക്കും അതിൻ്റെ ഡിപ്രീസിയേഷൻ ലെസ് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കിട്ടും. പിന്നെ അതേപോലെ വേറെ ഫർണിച്ചർ എമൗണ്ട് 17,000 ആണ്. അതിൽ നിന്നും ലെസ് ഡിപ്രീസിയേഷൻ അതിൻ്റെയും 10% ആണ്, 1,700 ഉണ്ടാവും. പിന്നെ അതിൻ്റെ ടോട്ടല് ഇതാണ് ഫിക്സഡ് അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ. ഇത് രണ്ടുമാണ് ഫിക്സഡ് അസറ്റ്, രണ്ടിൻ്റേതും ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് ഇതായിരിക്കും ഉണ്ടാവുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് നമ്പർ 1 എന്നിട്ടിട്ട് ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ അസറ്റിൻ്റെതാണെങ്കിൽ എമൗണ്ട് നേരിട്ട് ഇതിലേക്ക് കൊടുക്കാം. നോട്ട് നമ്പർ 1 ഇട്ടിട്ട് കൊടുക്കാം. ഇനി അതേപോലെ ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമുക്കറിയാം ഈ പാറ്റേൺസ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പം പാറ്റേൺസിൻ്റെ നമുക്ക് നോട്ട് നമ്പർ വേണമെങ്കിൽ സെക്കൻഡ് ഇട്ടിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പാറ്റേൺസ് എന്ന് കൊടുക്കാം. പാറ്റേൺസിൻ്റെ എമൗണ്ട് പിന്നെയും അതിൻ്റെയും ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് കൊടുക്കാം, നോട്ട് നമ്പർ 2 ഇട്ടുകൊണ്ട് 43, 47 ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നോട്ട് നമ്പർ ഇട്ടിട്ട് ഫിക്സഡ് അസറ്റ് ടോട്ടൽ ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട്, പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട്, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യാം, ഇങ്ങനെ നോട്ടാക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫിക്സഡ് അസറ്റുകൾ കഴിഞ്ഞു. ഇനി എന്താണ് കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നോക്കാം. കറണ്ട് അസറ്റ്സുകൾ ഏതൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റ്സ് ആണ്. പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക് കറണ്ട് അസറ്റ്സ് ആണ്. പിന്നെ ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ്സ് ആണ്.
അതൊക്കെ നമുക്ക് കറണ്ട് അസറ്റ്സിൽ ഉൾപ്പെടുത്താം. ഇൻവെൻട്രീസ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻവെൻട്രീസ് 82,000. അതേപോലെ ട്രേഡ് റെസീവബിൾസ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ്. പിന്നെ ക്യാഷ്, അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഹാൻഡ്, രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് എഴുതാം. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് നോട്ടാക്കിയിട്ട് എഴുതിയിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതിയാലും മതി നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. ഇപ്പം കറണ്ട് അസറ്റ്സുകളെല്ലാം അതിൽ ഇപ്പം നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്തു, ബാലൻസ് ഷീറ്റിലെല്ലാം നമ്മൾ എന്ത് ചെയ്തു, എടുത്തിട്ടുണ്ട്. ഡിവിഡൻഡ് എടുത്തിട്ടില്ല, അത് എടുക്കാനാവുന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അസറ്റ്സിൽ ഉൾപ്പെടുത്തി. ഇനി നമ്മൾ അസറ്റ്സുകളെല്ലാമായി ഇനി ഇതിൻ്റെ ടോട്ടൽ ചെയ്യാം. അപ്പം അസറ്റ്സ് ടോട്ടൽ ചെയ്തു. ഇനി നെക്സ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇപ്പം ലയബിലിറ്റി സൈഡിൽ വരുന്നത് നമുക്കറിയാം എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോർമാറ്റ് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ. നമുക്കറിയാം ഷെയർ ക്യാപിറ്റൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, 1 lakh ആണ് ഷെയർ ക്യാപിറ്റൽ. അപ്പം 1 lakh. ഷെയർ ക്യാപിറ്റൽ 1 lakh. പിന്നെ പറഞ്ഞിട്ടുള്ളത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. പിന്നെ നെക്സ്റ്റ് അണ്ടർ റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ റിസർവ് എത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ സെപ്പറേറ്റ് നമുക്ക് നോട്ട് കൊടുക്കാം. നോട്ട് നമ്പർ ആക്കിയിട്ട് തന്നെ കൊടുക്കാം. നോട്ട് നമ്പർ 3, റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതാണ് ഒരു നോട്ട് കൊടുക്കുന്നത്. അതിൽ റിസർവ് എന്താണ് നോക്കണം. റിസർവ് എത്രയുണ്ട്, റിസർവ്സ് ഇസ് ഈക്വൽ ടു നമ്മളെ ക്വസ്റ്റ്യനിൽ എത്രയാണ് റിസർവ് പറഞ്ഞിട്ടുള്ളത്. റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 15,500 പറഞ്ഞിട്ടുണ്ട്. അതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് റിസർവ് ഫണ്ട് വരേണ്ടത്. റിസർവ് 15,500. പിന്നെ സർപ്ലസ് ആണ്. സർപ്ലസിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, സർപ്ലസ് പറയുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ഈ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കണം, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടണം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 15,030. അപ്പം ഈ എമൗണ്ടും ഈ വർഷം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തിട്ട്. അത് രണ്ടും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ. നമുക്കറിയാം ഈ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത സമയത്ത് ഈ വർഷത്തെ പ്രോഫിറ്റ് എടുക്കേണ്ടത് എത്രയാണ്, നമ്മൾ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിയിട്ടുണ്ട്. ഈ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അതായത് ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റേണ്ടത്. ഇപ്പം നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഓർത്ത് വെക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ റിസർവ് ഉണ്ടെങ്കിൽ അത് എഴുതണം, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിനോട് കൂട്ടണം, പിന്നെ ഈ വർഷത്തെ പ്രോഫിറ്റും കൂട്ടണം. ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും എമൗണ്ട് കിട്ടുന്നത്. പിന്നെ ഇതിൽ നിന്നും ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ്, ഈ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട് 9,000. അതെന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ലെസ് ഡിവിഡൻഡ് പെയ്ഡ് 9,000. ഈ 9,000ഉം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ റിസർവ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എടുക്കുക, ഈ വർഷത്തെ പ്രോഫിറ്റ് എടുക്കുക.
പിന്നെ എന്തെങ്കിലും ഡിവിഡൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ഈ എമൗണ്ട് ആയിരിക്കും ബാലൻസ് ഷീറ്റിൻ്റെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഇതിൻ്റെ അണ്ടറിൽ എഴുതേണ്ടത്. അപ്പം റിസർവ്സ് ആൻഡ് സർപ്ലസ്. പിന്നെ വേറെ എന്തെങ്കിലും, അപ്പം അത് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണല്ലോ ഷെയർ ക്യാപിറ്റൽ. പിന്നെ എന്തെങ്കിലും കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് വേറെ അണ്ടറിൽ എഴുതുക, കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിൽ എന്തെങ്കിലും ക്രെഡിറ്റേഴ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവിഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണം. എന്താണ് കറണ്ട് ലയബിലിറ്റീസിൽ ഉള്ളത് നോക്കാം. കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് പേബിൾസ് അല്ലെങ്കിൽ ക്രെഡിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതെന്താണ് ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്. 17,500 ട്രേഡ് ക്രെഡിറ്റേഴ്സ്. പിന്നെ അതിലെന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. പ്രൊവിഷൻസ് പ്രൊവിഷൻസിൽ നമുക്കറിയാം, പ്രൊവിഷൻസിൽ എന്താണ് പറയുന്നത്, ഇൻകം ടാക്സ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് 30% ഉണ്ട്. ഇൻകം ടാക്സ് പ്രൊവിഷൻ, ആ പ്രൊവിഷൻ എമൗണ്ട് എത്രയാണ്, 12,725 അതും ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം പ്രൊവിഷനും ആയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരുന്നത്. അപ്പം ഇത് മൈനസ് ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ എമൗണ്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം ഇതാണ് ബാലൻസ് ഷീറ്റിൽ. ഇപ്പോൾ ബാലൻസ് ഷീറ്റിന് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, അതായത് ഷെയർ ക്യാപിറ്റൽ എടുത്തു, റിസർവ്സ് ആൻഡ് സർപ്ലസ് എടുത്തു. പിന്നെ എന്തെങ്കിലും കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ബിൽസ് പേബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. പിന്നെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. മേക്ക് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അറ്റ് റേറ്റ് ഓഫ് 30%. ഇൻകം ടാക്സ് പ്രൊവിഷനാണ് 30%. അതുകൊണ്ടാണ് പ്രൊവിഷൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇൻകം ടാക്സ് എമൗണ്ട് എഴുതി. അപ്പം ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ആയിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷന് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫോമാറ്റ് ക്ലിയർ ആയിരിക്കണം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെതും ബാലൻസ് ഷീറ്റിൻ്റെതും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം റവന്യൂ എഴുതുന്നു, അല്ലെങ്കിൽ ഇൻകംസ് ഏതൊക്കെ എഴുതുന്നു, എക്സ്പെൻസ് എഴുതുന്നു. നമ്മളുടെ ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. അതിൽ നിന്നും ടാക്സ് കൊടുത്തതിൻ്റെ ശേഷമുള്ള പ്രോഫിറ്റാണ് ഇത് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നത്. ഓരോന്നും സെപ്പറേറ്റ്, 2-ലധികം ഐറ്റംസ് വരികയാണെങ്കിൽ നോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യണം, ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ നോട്ട് നമ്പർ എന്ത് ചെയ്യുക, ഈ ഒരു കോളത്തിലേക്ക് 1, 2 എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബാലൻസ് ഷീറ്റ് ആണെങ്കിലും അസറ്റ്സുകളെല്ലാം എഴുതുന്നു, പിന്നെ ലയബിലിറ്റീസ് എല്ലാം എഴുതുന്നു. ലയബിലിറ്റി എഴുതുന്ന സമയത്ത് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. റിസർവിൽ എന്തെങ്കിലും റിസർവ് ഉണ്ടെങ്കിൽ അതെടുക്കും. സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് കൂടിയിട്ട് ഈ വർഷത്തെ പ്രോഫിറ്റും ആഡ് ചെയ്യാം. എന്തെങ്കിലും ഡിവിഡൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അതേപോലെ അസറ്റ് എടുക്കുന്ന സമയത്ത് അസറ്റ്സുകൾക്ക് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തതിൻ്റെ ശേഷമുള്ള എമൗണ്ടാണ് ഔട്ടർ കോളത്തിലേക്ക് എടുക്കുന്നത്, നമ്മൾ സാധാ ഫൈനൽ അക്കൗണ്ട് ചെയ്യും പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ഡിപ്രീസിയേറ്റഡ് എമൗണ്ട് എല്ലാം ഏതിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് ഇവിടെ നമ്മൾ നോട്ട് കൊടുത്തതാണ്. ഓരോന്നിൻ്റെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഈ എല്ലാ ഡിപ്രീസിയേഷൻ എമൗണ്ടുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചു. ഡിപ്രീസിയേഷൻ എമൗണ്ട് മൈനസ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിലേക്ക് എമൗണ്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മളെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം വെച്ചുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു രീതിയിൽ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷന് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലം സോൾവിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാം. ഇത്രയും നിങ്ങൾ ക്ലിയറായി മനസ്സിലായെന്ന് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ക്ലാസ് ഫോളോ ചെയ്ത് കൊണ്ടുപോകണം. എല്ലാവർക്കും താങ്ക് യു.